ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 2ാം ക്ലാസ്സിൻ്റെ മാത്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ബുക്ക് മാറിയതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ വിഷയവും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഷേപ്സ് ഇൻ ദ കിച്ചൺ, അടുക്കളയിലെ രൂപങ്ങൾ. നമ്മുടെ അടുക്കളയിലുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഓരോരോ ഷേപ്പിലാണ് അല്ലേ. അപ്പം നമുക്ക് ഷേപ്പുകളെക്കുറിച്ച് കൂടുതൽ മുന്നോട്ട് പഠിക്കാം. ആദ്യം നോക്കിക്കേ, വാട്ട് ഓൾ തിങ്സ് ഡു യു സീ ഇൻ ദ കിച്ചൺ. എന്തൊക്കെ സാധനങ്ങളാണ് മക്കൾ കിച്ചണിൽ കാണുന്നത്? ആർ ഓൾ ഓഫ് ദം ഓഫ് ദ സെയിം ഷേപ്പ്. എല്ലാം ഒരേ ഷേപ്പിലാണോ? അല്ല അല്ലേ. ഫസ്റ്റ് ഏതാണ്? റെക്റ്റാങ്കുലർ പ്രിസമാണ്. രണ്ടാമത്തെ ഷേപ്പ് സിലിണ്ടർ ഷേപ്പാണ്. മൂന്നാമത്തേത് ട്രയാങ്കുലർ പ്രിസം, ട്രയാങ്കിൾ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, മാർക്ക് ദോസ് ഓഫ് ഷേപ്പ് ഈസ് വിത്ത് എ ഡോട്ട്. ഫസ്റ്റ് ഷേപ്പിലുള്ളത് നമ്മൾ ഡോട്ട് ചെയ്യണം കിച്ചണിൽ. അപ്പോൾ ഫസ്റ്റ് 2 പേജ് കിച്ചണിൻ്റെ പിക്ചറാണല്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു ഷേപ്പിലുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പേജിൽ ഇതാ ആ ഒരു പാത്രം, അതുപോലെ തന്നെ സ്റ്റൂളിൻ്റെ മുകൾ ഭാഗം ഒക്കെ നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. സെക്കൻഡ് പേജിൽ ഇതാ അവിടെ മുകളിൽ കാണുന്ന ആ ഒരു പില്ലറ്, അതുപോലെ ഈ ഷെൽഫുകൾ, ഗ്യാസ് സ്റ്റൗ, അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ചതുരത്തിൽ അല്ലേ, ദീർഘചതുരത്തിൽ കാണുന്ന ആ ഒരു ഷേപ്പിലുള്ളതൊക്കെ മക്കൾക്ക് ഡോട്ട് ഇടാം കേട്ടോ, കുത്തിട്ട് കൊടുക്കുക. അടുത്തത് സിലിണ്ടർ ഷേപ്പാണ്. മാർക്ക് ദോസ് ഓഫ് ദി ഷേപ്പ് വിത്ത് എ ടിക്ക്. അപ്പോൾ ഈ ഷേപ്പിലുള്ളതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ടിക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ 2 പേജിലും ആ ഷേപ്പിലുള്ളതിനൊക്കെ ടിക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉരുണ്ടിട്ടുള്ളത്. നോക്കിക്കേ, ഈ ഒരു പേജിൽ ഇങ്ങനത്തെ പാത്രങ്ങളും ടിന്നുകളൊക്കെ അങ്ങനെയാണ് ഉരുണ്ടിട്ടാണല്ലേ ഉണ്ടാവുക. ഇനി മൂന്നാമത്തേതോ, മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ ക്രോസ് മാർക്ക് അല്ലേ. ഈ ഒരു ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ ഷേപ്പിന് നിങ്ങൾ എന്ത് ചെയ്യുക? ക്രോസ് മാർക്ക് ഒരു തെറ്റിട്ട് കൊടുക്കുക. ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മക്കൾ ഇനിയും ചിത്രത്തിലുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് ക്രോസ് മാർക്ക് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, വാട്ട് അതർ ഷേപ്സ് ആർ ദർ. വേറെ എന്തൊക്കെ ഷേപ്പുകളാണ് അവിടെ ഉള്ളത്? സർക്കിൾ ഷേപ്പ് ഉണ്ട്, സ്ക്വയർ ഷേപ്പ് ഉണ്ട്. അപ്പോൾ മക്കൾ നോക്കിയിട്ട് അടയാളപ്പെടുത്തുക കേട്ടോ. അടുത്തത് 2 ഷേപ്പുകൾ തന്നിട്ടുണ്ട് അല്ലേ. മുകളിലുള്ള ക്യൂബോയിഡ്, അതായത് റെക്റ്റാങ്കുലർ പ്രിസം, പിന്നെ സിലിണ്ടർ ഷേപ്പ്. ആ 2 ഷേപ്പ് തന്നിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ഷേപ്സ്. ഈ 2 ഷേപ്പുകളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ആദ്യത്തെ ഷേപ്പ് ക്യൂബോയിഡ് ആണ്. അതിന് ഫേസസ് 6 ആണുള്ളത്, എഡ്ജസ് 12 ആണ്, വെർട്ടിസസ് 8 ആണ് ഉള്ളത്. ഇനി സിലിണ്ടർ ഷേപ്പ് ആണെങ്കിൽ ഫേസസ് 3 ആണ്, എഡ്ജസ് 2, വെർട്ടിസസ് 0 ആണ്. അപ്പോൾ ഫേസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖങ്ങളാണ്, എഡ്ജസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അരികുകൾ, വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂലകളാണ് കേട്ടോ. അപ്പോൾ അത്രയാണ് അവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇവിടെ താഴെ ചിത്രം നോക്കിക്കേ, ഒരു എലി കിച്ചണിൽ വന്നതാണല്ലേ. സീ എ മൗസ്. ഒരു മൗസ് പാത്രങ്ങളൊക്കെ തട്ടിമറിച്ചിട്ട് ഓടുകയാണ് ഒരു എലി. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കാറ്റ് പിന്നാലെ ഓടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മൗസ് ആൻഡ് കാറ്റ് അല്ലേ, എലിയും പൂച്ചയും. അപ്പോൾ ഇവിടെ 3 രൂപങ്ങളും തന്നിട്ടുണ്ട്, 3 ഷേപ്പും തന്നിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എലി ആ ഒരു ഷേപ്പിലൂടെ ഓടുകയാണ്. ഫസ്റ്റ് സിലിണ്ടർ ഷേപ്പിലൂടെയാണ് ഓടുന്നത്, രണ്ടാമതോ ക്യൂബോയിഡ് ഷേപ്പിലൂടെയാണ്, മൂന്നാമത് റെക്റ്റാങ്കുലർ പ്രിസം ആ ഒരു ഷേപ്പിലൂടെയാണ് ഓടുന്നത്. വിൽ ദ കാറ്റ് ക്യാച്ച് ദ മൗസ്. മൗസിനെ പിടിക്കാൻ കാറ്റിനാവോ? നമിത്, നിഹാര ആൻഡ് ദയർ ഫ്രണ്ട്സ് ക്രാഫ്റ്റ് ത്രൂ ദ ഹോൾസ് ലൈക്ക് ദ കാറ്റ് ഡിഡ്. അപ്പോൾ പൂച്ചയും എലി പോകുന്ന ആ വഴി കൂടെ തന്നെ നമിതും നിഹാരയും അവളുടെ ഫ്രണ്ട്സും കൂടെ പോയി. വിച്ച് ഷേപ്പ് ഈസ് ഈസിയർ ടു ക്രീപ്പ് ത്രൂ. അവർക്ക് ഏത് ഷേപ്പിലൂടെ നുഴഞ്ഞു പോകാനാണ് എളുപ്പം ഉണ്ടാവുക? മക്കൾ നോക്കിക്ക്, ഏത് ഷേപ്പാണ്? ഫസ്റ്റ് അല്ലേ, സിലിണ്ടർ ഷേപ്പിലൂടെ. രണ്ടാമത്തെ ക്യൂബോയിഡ് ഷേപ്പിലൂടെ പോകാനും സിലിണ്ടർ ഷേപ്പിൻ്റെ അത്ര സുഖം ഉണ്ടാവില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. പക്ഷേ ലാസ്റ്റ് ഷേപ്പിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഇനി ലെറ്റ്സ് അറേഞ്ച് ദ ഡിഷസ്. പാത്രങ്ങൾ അടുക്കി വയ്ക്കൂ. സീ ഹൗ നിഹാര ആൻഡ് നമിത് അറേഞ്ച്ഡ് ദ ഡിഷസ്. അപ്പോൾ ഇവിടെ പാത്രങ്ങളൊക്കെ നിഹാരയും നമിത്തും കൂടെ അടുക്കി വെച്ചത് നോക്കൂ. ഇൻ യുവർ കിച്ചൺ ഓൾസോ ദർ ആർ ഓൾ കൈൻഡ്സ് ഓഫ് ഡിഷസ്.
അറേഞ്ച് ദം ലൈക്ക് ദീസ് ദോസ് ഓഫ് ദ സെയിം ഷേപ്പ് ടുഗദർ. അപ്പോൾ നിങ്ങളുടെ അടുക്കളയിലും നിങ്ങളുടെ കിച്ചണിലും ഇതുപോലെയുള്ള ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഓരോ ഷേപ്പ് ഒരേ ഷേപ്പിലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ കൂട്ടങ്ങളാക്കുക. ഇവർ ചെയ്തതുപോലെ കണ്ടാവും, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് റൗണ്ട് ഷേപ്പിലല്ലേ, ഗ്ലാസ് ആണെങ്കിൽ സിലിണ്ടർ ഷേപ്പിൽ, അങ്ങനെ ഓരോന്നിനും ഓരോതിൻ്റെതായിട്ടുള്ള ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഒരേപോലെയുള്ളവയൊക്കെ മക്കൾ കൂട്ടങ്ങളാക്കുക കേട്ടോ. ഇവിടെ നോക്കിക്കേ, സീ ദ തിങ്സ് ഇൻ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഈച്ച്. ചിത്രത്തിലെ വസ്തുക്കൾ നോക്കിയിട്ട് ഓരോന്നും ഏത് ഷേപ്പിലാണെന്ന് എഴുതാനാണ്. പ്ലേറ്റൊക്കെ സർക്കിൾ ഷേപ്പിലാണ്. അതുപോലെ തന്നെ സൈഡിൽ എന്തുണ്ട്, ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട്. പിന്നെ ബോക്സ് എന്താണ്, സ്ക്വയർ ഷേപ്പാണ്. ഇനി പ്ലേറ്റിൻ്റെ ബാക്കിലുള്ള ആ ഒരു ട്രേ ഏത് ഷേപ്പാണ്, റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ 4 ഷേപ്പുകൾ ഇവിടെ നമുക്ക് കിട്ടി. അപ്പോൾ മക്കൾ വിചാരിക്കും സ്ക്വയറും റെക്റ്റാങ്കിളും ഒക്കെ ഒരേപോലെ അല്ലേ, ചതുരക്കട്ട തന്നെയല്ലേ, സെയിം അല്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ അവ തമ്മിലുള്ള മാറ്റം എന്താ വെച്ചാൽ, സ്ക്വയറിന് എല്ലാ ഭാഗവും സെയിം ആയിരിക്കും. റെക്റ്റാങ്കിളിനാണെങ്കിൽ 4 സൈഡും സെയിം അല്ല കേട്ടോ, 2 സൈഡ് സെയിം 2 സൈഡ് സെയിം അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി താഴെ ചോദ്യം നോക്കിക്കേ, വിച്ച് ഷേപ്പ് ഡു യു സീ ദ മോസ്റ്റ്, പുട്ട് എ ടിക്ക് മാർക്ക്. ഇത് 3 ഷേപ്പ് ഉണ്ട്. ഈ 3 ഷേപ്പിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അവിടെ കാണുന്നത് ഏതാണ്? റെക്റ്റാങ്കിൾ ഷേപ്പാണോ, ട്രയാങ്കിൾ ഷേപ്പാണോ, അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പാണോ? സർക്കിൾ ഷേപ്പിലുള്ളതാണല്ലേ കൂടുതലുള്ളത്. ഇനി ഓരോന്നും എത്ര എണ്ണം വീതം ഉണ്ട് എന്ന് എഴുതാം. നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ്. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പ് എത്ര എണ്ണം ഉണ്ട്, ആകെ 1 ആണല്ലേ ഉള്ളത്, 1 എന്ന് അവിടെ എഴുതാം. നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദ ഷേപ്പ് ട്രയാങ്കിൾ ഷേപ്പ് എത്ര എണ്ണം ഉണ്ട്. അവിടെ ടേബിളിൽ പ്ലേറ്റിൻ്റെ സൈഡായിട്ട് ഒരു ടിഷ്യൂ പോലെ മടക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്ര 1 2 3 4 ആണുള്ളത്. ഇനി നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ് സർക്കിൾ ഷേപ്പ് എത്ര ഉണ്ട്, 8 ആണ് കേട്ടോ. ഇനി താഴെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, റെക്റ്റാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ ആർ ദർ എനി വിത്ത് ബോത്ത് ദീസ് ഷേപ്പ് ടുഗദർ. അപ്പോൾ ഇവ രണ്ടും കൂടിയുള്ള എന്തെങ്കിലും ചിത്രം ഉണ്ടോ, എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ? ഡ്രോ എ പിക്ചർ ജോയിനിങ് 2 ഷേപ്സ്. അപ്പോൾ 2 ഷേപ്പും കൂടെയുള്ള ചിത്രം മക്കൾ വരയ്ക്കുക. വീടിൻ്റെ ചിത്രമൊക്കെ വരച്ചാൽ മതി. മുകൾ ഭാഗം ട്രയാങ്കിൾ ഷേപ്പും താഴെ ഭാഗം റെക്റ്റാങ്കിൾ ഷേപ്പും ആക്കിയിട്ട് വരയ്ക്കുക. ഏകദേശം ഇതുപോലെയൊക്കെ ഇപ്പോൾ മക്കൾ നന്നാക്കി വരയ്ക്കണേ. നെക്സ്റ്റ് പേജ് നോക്കിക്കേ, അറ്റ് ദ ബേക്കറി ആഫ്റ്റർ പ്ലേയിങ് ദേ വെൻറ്റ് ടു ദെയർ ഫാദേഴ്സ് ബേക്കറി സീ ഹൗ ദ തിങ്സ് ആർ അറേഞ്ച്ഡ്. അപ്പോൾ ഇവിടെ അവർ കളി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ ബേക്കറിയിലേക്ക് പോയി. അവിടെ സാധനങ്ങൾ അടുക്കി വെച്ചത് നോക്കിക്കേ, ഓരോന്നും എത്ര എണ്ണം ഉണ്ട്. ഫസ്റ്റത്തത് 12 ആണ്. ആ ഒരു ട്രേയിൽ തന്നെ നേരെയുള്ളത് 10 ഉണ്ട്. പിന്നെ ബിസ്ക്കറ്റ് 8 ആണ്. മറ്റേ വേറൊരു ബിസ്ക്കറ്റ് 9 ആണ്. അപ്പോൾ ഹൗ മെനി ആർ ഓഫ് ദിസ് ഷേപ്പ്, റെക്റ്റാങ്കിൾ ഷേപ്പ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേക്കും റെക്റ്റാങ്കിൾ ഷേപ്പ് തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ടീച്ചറോട് ചോദിച്ചിട്ട് രണ്ടും കൂടെ എഴുതണോ, അല്ലെങ്കിൽ മലയാളം മീഡിയക്കാർക്ക് ബിസ്ക്കറ്റ് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റിൻ്റെ എണ്ണം എഴുതിയാൽ മതിയെങ്കിൽ 8 എന്ന് എഴുതാം. ഹൗ മെനി ആർ ഓഫ് ദിസ് ഷേപ്പ്, സിലിണ്ടർ ഷേപ്പ് എത്ര എണ്ണാണുള്ളത്, 9 ആണ് അല്ലേ. സീ ദ സ്റ്റാക്ക് ഓഫ് ഡംപ്ലിങ്സ്, കൊഴുക്കട്ട അടുക്കി വെച്ചിരിക്കുന്നത് നോക്കിക്കേ. ഡ്രോ 5 മോർ ഇൻ ദിസ് പിക്ചർ. അപ്പോൾ നിങ്ങൾ 5 നമ്പറും കൂടെ അതിലേക്ക് വരച്ചു കൊടുക്കുക, റൗണ്ട് വരയ്ക്കുക. ഹൗ മെനി ഡംപ്ലിങ്സ് നൗ, ഇപ്പം എത്ര കൊഴുക്കട്ടകളുണ്ട്. ആദ്യം 10 ആണ്, ഇപ്പോൾ 5ഉം കൂടെ ആയപ്പം 10 + 5 എത്രയാ, 15. ഹൗ മെനി കേക്ക്സ് ആർ ദർ ഇൻ ദ ഷെൽഫ്, ഷെൽഫിൽ എത്ര കേക്ക് ഉണ്ട്, 12 അല്ലേ. ഹൗ മെനി മോർ കേക്ക്സ് ആർ നീഡഡ് ടു ഹാവ് ദ സെയിം നമ്പർ ഓഫ് കേക്ക്സ് ആൻഡ് ഡംപ്ലിങ്സ്. നമ്മൾ കൊഴുക്കട്ട 15 ആണെന്ന് പറഞ്ഞു. എത്ര കേക്ക് കൂടെ വരച്ചാലാണ് കൊഴുക്കട്ടയുടെ നമ്പർ ആവുക? കേക്ക്സ് എത്ര ഉണ്ട്, 12 ആണ്. 12നോട് എത്ര കൂട്ടുമ്പോഴാണ് 15 ആവുക, 13 14 15, 3 ആഡ് ചെയ്യുമ്പോൾ അല്ലേ. ഇനി സീ ദ പിക്ചേഴ്സ് നമിത് ആൻഡ് നിഹാര ഹാവ് ഡ്രോൺ യൂസിങ് ഡിഫറെൻറ്റ് ഷേപ്സ്. ഇവിടെ നമിത്തും നിഹാരയും കൂടെ ഷേപ്പുകൾ ഉപയോഗിച്ചിട്ട് വരച്ച പിക്ചർ നോക്കിക്കേ. ഗിവ് ദ സെയിം കളർ ടു സിമിലർ ഷേപ്സ് ആൻഡ് മേക്ക് ദം മോർ ബ്യൂട്ടിഫുൾ. അപ്പം നിങ്ങൾ ഒരേ ഷേപ്പുകളുള്ളതിന് ഒരേ കളർ കൊടുത്തിട്ട് പിക്ചർ ഭംഗിയാക്കുക കേട്ടോ. ഇനി ഷേപ്സ് ബൈ ജോയിനിങ് ഡോട്ട്സ്, കുത്തുകളിലൂടെ വരച്ച രൂപങ്ങൾ. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻ ടു മേക്ക് ഈച്ച് ഷേപ്പ്, റൈറ്റ് ദ നമ്പർ. ഓരോ ഷേപ്പും വരയ്ക്കാൻ വേണ്ടിയിട്ട് എത്ര ഡോട്ടുകൾ യോജിപ്പിച്ചു എന്ന് ഫസ്റ്റ് നോക്കിക്കുക. റെക്റ്റാങ്കിൾ ഷേപ്പിന് എത്ര ഡോട്ടാണ്,
എണ്ണി നോക്കിക്കേ മക്കളെ, 10 ഡോട്ട് യോജിപ്പിക്കുമ്പോഴാണ് റെക്റ്റാങ്കിൾ ആകുന്നത്. അതുപോലെ ട്രയാങ്കിൾ ആവാൻ 4 ഡോട്ടാണ് യോജിപ്പിച്ചിട്ടുള്ളത്. സർക്കിൾ ആവാനും 4 ഡോട്ടാണ് യോജിപ്പിച്ചിട്ടുള്ളത്. ഇനി താഴെയുള്ള ചിത്രങ്ങൾ നോക്കിക്കേ. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻഡ് ടു ഡ്രോ ഈച്ച് ഷേപ്പ്, റൈറ്റ് ദ നമ്പർ. ഇതുപോലെ ഇതിലും എത്ര ഡോട്ട്സ് യോജിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ സ്ക്വയറിന് 12 ആണ് ഡോട്ട് യോജിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ട്രയാങ്കിളിനും 12 ഡോട്ടാണ് യോജിപ്പിച്ചിട്ടുള്ളത്. സർക്കിളിന് 8 ഡോട്ടാണ് യോജിപ്പിച്ചിട്ടുള്ളത്. ഇനി തേർഡ് വൺ, ഹൗ മെനി ഡോട്ട്സ് ആർ ഇൻസൈഡ് ദ ഈച്ച് ഷേപ്പ്, റൈറ്റ് ദ നമ്പർ. ഇനി നമ്മളോട് പറഞ്ഞുള്ളത് ഓരോ ഷേപ്പിൻ്റെ അകത്ത് എത്ര ഡോട്ടാണുള്ളതെന്ന് എഴുതാനാണ്. സ്ക്വയറിൻ്റെ ഉള്ളിൽ 4 ആണ്, ട്രയാങ്കിളിൻ്റെ ഉള്ളിലും 4, സർക്കിളിൻ്റെ ഉള്ളിലും 4. മക്കളെ ശരിയല്ലേ? നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ലെറ്റ്സ് ഡ്രോ ഷേപ്സ്. അപ്പോൾ ഷേപ്പുകൾ വരയ്ക്കാം. ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പ് തന്നിട്ടുണ്ട്. ജോയിൻ 12 ഡോട്ട്സ് ടു ഡ്രോ ദിസ് ഷേപ്പ്. ഡ്രോ ദിസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ പല രീതിയിൽ നമുക്ക് 12 ഡോട്ട്സ് ഉപയോഗിച്ചിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ താഴെ നമുക്ക് വരച്ച് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇത് 1 2 3 4 5. അപ്പോൾ 5 ഡോട്ട് നമുക്ക് യോജിപ്പിച്ച് നോക്കാം. ഇങ്ങോട്ട് യോജിപ്പിക്കുക. പിന്നെയോ ഇവിടെയും 5 എടുക്കുക. അപ്പോൾ 10 ആയി. അപ്പോൾ 6 അല്ലേ? ഇപ്പോൾ 12 ആയില്ലേ? ഒരു റെക്റ്റാങ്കിൾ കിട്ടിയോ? 12 ഡോട്ട്സ് യോജിപ്പിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 ഇതുപോലെ വരയ്ക്കാം. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് 6 എടുക്കാം. ഇനി താഴേക്ക് ഇങ്ങനെ വരയ്ക്കാം. 12 ഡോട്ട്സ് ആ രീതിയിൽ വേണമെങ്കിൽ വരയ്ക്കാം. പിന്നെയോ ഇങ്ങനെ ഇവിടേക്ക് ഇത് എത്രയായി? 1 2 3 4 5 6. അത് ഇവിടേക്ക് കൊടുത്തിട്ട് ഇവിടെയും ഈ രീതിയിലും വരയ്ക്കാം. അടുത്തത് സ്ക്വയർ. ടു ഡ്രോ ദിസ്, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട്സ് ദാറ്റ് ഷുഡ് ബി ജോയിൻഡ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ ഏറ്റവും മിനിമം എത്ര ഡോട്ട്സ് യോജിപ്പിക്കണം എന്നാണ്. ഇതിൽ ചെറിയൊരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ 1 2 3 4 4 ഡോട്ടുകൾ തമ്മിൽ യോജിപ്പിച്ചാൽ മതി. എത്ര ഡോട്ട് മിനിമം യോജിപ്പിക്കണം എന്ന് ചോദിച്ചാൽ ഇവിടെ 4 എന്ന് എഴുതാം. അടുത്തത് റെക്റ്റാങ്കിൾ. ഡ്രോ ദീസ് ഷേപ്സ് 6 ഡോട്ട് ഇൻസൈഡ്. അപ്പോൾ 6 ഡോട്ട് ഉള്ളിൽ വരുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം മക്കളെ? ഇതാ ഇവിടുന്ന് 1 2 3 4 5 6 7 8 വരച്ചാലാണ് ഉള്ളിൽ 6 എണ്ണം വരിക. ഉള്ളിൽ നോക്കിക്കേ, 1 2 3 4 5 6 കണ്ടോ? നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ യോജിപ്പിക്കാം. അപ്പോൾ ഉള്ളിൽ കണ്ടോ 1 2 3 4 5 6. അപ്പോൾ ഇതുപോലെ വരയ്ക്കാം. ഇനി ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ജോയിൻ ഡോട്ട്സ് ടു ഡ്രോ ദിസ്. അപ്പം കുത്തുകൾ യോജിപ്പിച്ച ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻഡ്. എത്ര ഡോട്ട്സ് ആണ് നിങ്ങൾ യോജിപ്പിച്ചത്? നമുക്ക് ഇതുപോലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ എത്ര ഡോട്ട് വേണം? നോക്കിക്കേ, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് താഴോട്ട്, നേരെ. എത്രയാ? 1 2 3 4. മിനിമം 4 ഡോട്ട് വേണം. ഇനി വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു ഡ്രോ. ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ മിനിമം എത്ര ഡോട്ട് വേണം? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു കുത്തിൽ നിന്ന് മറ്റൊരു കുത്തിലേക്ക്, പിന്നെ താഴോട്ട്, പിന്നെ നേരെ. അപ്പോൾ എത്ര കുത്തായി? 1 2 3 4. അപ്പോൾ മിനിമം എത്ര കുത്ത് വേണം ഇതുപോലെയുള്ള ഷേപ്പിന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് 4 എന്ന് എഴുതാം. ഇനി വാട്ട് അബൌട്ട് ദിസ് ഷേപ്പ്. ഇതും ട്രയാങ്കിൾ തന്നെയാണ്. ആ ഷേപ്പിന് നമുക്ക് എത്ര വേണം? ഇതാ ചരിച്ച് ഇങ്ങോട്ട് വരയ്ക്കുക. ഇനി താഴോട്ട്, ഇനി നേരെ. ഈ ഒരു ഷേപ്പിന് 1 2 3 മതി അല്ലേ? ഇവിടെ 4 വേണം. ഇവിടെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ 4, ഇതുപോലെയുള്ള ഷേപ്പിന് 3 മതി കേട്ടോ. ഇനി താഴെ അവരൊരു ചിത്രം വരച്ചിട്ടുണ്ട് അല്ലേ? ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പിക്ചറാണ് അവർ വരച്ചിട്ടുള്ളത്.
സീ ദ ഫിഗേഴ്സ് നമിത് മെയ്ഡ് യൂസിങ് ദീസ് ഷേപ്പ് അല്ലേ. നമിത്ത് ഉണ്ടാക്കിയ രൂപങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെ ഷേപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്? റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ. റൈറ്റ് ദ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് ഷേപ്പ് ഈസ് യൂസ്ഡ് ഇൻ എ പിക്ചർ വിത്ത് ദാറ്റ് ഷേപ്പ് ബിലോ ദ പിക്ചർ. അപ്പം നിങ്ങൾ ഓരോന്നിലും ഇവ മൂന്നിലും ഏതൊക്കെ ഷേപ്പ് എത്ര എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അതിൻ്റെ എണ്ണം ചുവടെയുള്ള ആ ഒരു രൂപങ്ങളിൽ എഴുതണം. ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ. അതിൽ റെക്റ്റാങ്കിൾ എത്ര ഉണ്ട്? 1 ആണ്. ട്രയാങ്കിളോ 5, സർക്കിള് 1. അടുത്ത പിക്ചറിൽ റെക്റ്റാങ്കിൾ 3, ട്രയാങ്കിൾ 3, സർക്കിൾ 1. ഇനി തേർഡ് പിക്ചറിലോ റെക്റ്റാങ്കിൾ 2, ട്രയാങ്കിൾ 1, സർക്കിൾ 3. ഇനി ഫോർത്ത് പിക്ചറിൽ 4 ട്രയാങ്കിൾസും 1 സർക്കിളും ആണുള്ളത്. ഫിഫ്ത്ത് പിക്ചറിൽ 1 റെക്റ്റാങ്കിളും പിന്നെയോ 4 ട്രയാങ്കിൾസും ആണുള്ളത്. ലാസ്റ്റ് പിക്ചറിൽ 4 ട്രയാങ്കിൾസും 1 റെക്റ്റാങ്കിളും ആണ് ഉള്ളത്. ഇനി താഴെ ഡ്രോ എ പിക്ചർ യൂസിങ് ദീസ് ഷേപ്സ്. അപ്പോൾ ഈ 3 ഷേപ്പുകളും ഉപയോഗിച്ചിട്ട് ഒരു രൂപം വരയ്ക്കാനാണ്. അപ്പോൾ മക്കളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് വരയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് സീ ഹൗ നമിത് ഈസ് എക്സസൈസ്. വ്യായാമ ചിത്രങ്ങളാണ് കേട്ടോ. നമിത് വ്യായാമം ചെയ്യാണ്. ഡ്രോ മാച്ച് സ്റ്റിക്ക് ഫിഗേഴ്സ് ഓഫ് ഈച്ച് പിക്ചേഴ്സ്. അപ്പോൾ എന്താണ് ഈ വ്യായാമ ചിത്രങ്ങൾ ഓരോന്നും തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് അവയുടെ ചിത്രം വരയ്ക്കാനാണ്. അപ്പോൾ മക്കളത് ക്ലാസ്സിൽ ചെയ്യല്ലോ. നെക്സ്റ്റ് പേജ് റിബൺ ഫിഗർ ആണ്. റിബൺ ചിത്രങ്ങൾ. പേസ്റ്റ് കളേർഡ് പേപ്പർ റിബൺസ് ടു മേക്ക് ഡിഫറെൻറ്റ് ഫിഗേഴ്സ്. അപ്പം നിങ്ങൾ കടലാസ് റിബണുകൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെയുള്ള വിവിധ ചിത്രങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ മക്കൾ ചെയ്യണം കേട്ടോ ഇതൊക്കെ. അപ്പോൾ കളർ പേപ്പറൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പുകൾ ഉണ്ടാക്കി ടീച്ചറെ കാണിക്കുക. ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് പിക്ചർ ഏതായിരിക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ. ഒരു ട്രയാങ്കിൾ, പിന്നെ കൂടെ ഇപ്പുറത്ത് ഒരു ട്രയാങ്കിൾ, പിന്നെ സാധാ പോലെ മറ്റൊരു ട്രയാങ്കിൾ. അപ്പോൾ അടുത്ത ചിത്രം ഏതായിരിക്കും? ആദ്യം ഫസ്റ്റത്തെ ട്രയാങ്കിൾ വരയ്ക്കുക, പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, പിന്നെ അതിൻ്റെ കൂടെ ഫസ്റ്റ് ട്രയാങ്കിൾ വരയ്ക്കുക, പിന്നെ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. നേരെ വരയ്ക്കണം കേട്ടോ. ഇവിടെ മായ്ക്കാം. എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ കിട്ടിയല്ലോ. ഇനി അടുത്തത് എന്താ? ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ ഒരു സർക്കിളും ഇവിടെ ഒരു ട്രയാങ്കിളും ഉണ്ട്. അടുത്തത് എവിടേക്കാ? സർക്കിൾ ഇങ്ങോട്ട് മാറി, ട്രയാങ്കിൾ ഇങ്ങോട്ട് മാറി. അപ്പോഴും ഓപ്പോസിറ്റ് സൈഡ്. പിന്നെ എന്തായി? ട്രയാങ്കിൾ മുകളിലോട്ട് പോയി, സർക്കിൾ താഴോട്ട്. ഇനി അടുത്ത പിക്ചർ എങ്ങനെയായിരിക്കും? ഒരു സ്ക്വയർ വരയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ ട്രയാങ്കിൾ എവിടെയായിരിക്കും വരിക? ഇപ്പോൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇനി ഈ ഭാഗത്ത്. അപ്പോൾ ഈ ഭാഗത്ത് ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് സർക്കിളും വരയ്ക്കുക. ആ ഒരു സർക്കിള് പിന്നെ കളർ ചെയ്തതാണ്. പിന്നെ ഒരു ട്രയാങ്കിൾ, ഒരു സർക്കിൾ, ഒരു റെക്റ്റാങ്കിൾ. പിന്നെ ഈ റെക്റ്റാങ്കിൾ അവസാനത്തെ റെക്റ്റാങ്കിൾ ഫസ്റ്റ് വരച്ചു. ബാക്കി 3 എണ്ണം സെയിം വരച്ചു. അപ്പോൾ അവസാനത്തതാണ് പിന്നെ ഫസ്റ്റ് വരയ്ക്കേണ്ടത്. അപ്പോൾ അവസാനത്തെ സർക്കിൾ ഫസ്റ്റ് വരച്ചു. ബാക്കി അടുത്തതിലുള്ള സെയിം ഇങ്ങോട്ട് വരച്ചു. ഇനി നമുക്ക് അവസാനം ഏതാ വേണ്ടത്? അവസാനത്തെ ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കുക. ബാക്കി ഇത് 3ഉം സെയിം എഴുതുക. ഇങ്ങനെ ഇത് കളറ് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യാം. അടുത്തത് എങ്ങനെയാ? ഒരു സ്ക്വയർ വരച്ചിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിൾ വരച്ചു. പിന്നെ ഇങ്ങോട്ടൊരു ട്രയാങ്കിൾ വരച്ചു. പിന്നെ താഴോട്ടൊരു ട്രയാങ്കിൾ വരച്ചു. ഇനി എങ്ങോട്ടാ ഇല്ലാത്തത്? അപ്പം ഒരു സ്ക്വയർ വരയ്ക്കുക. ഏത് ഭാഗത്തേക്കാണ് ഇല്ലാത്തത്? ഈ ഭാഗത്തേക്കല്ലേ. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരയ്ക്കാം. ഈ മൂലമലേക്കാട്ടോ വരയ്ക്കേണ്ടി. ഓക്കെ. ഇനി ലാസ്റ്റ് നമുക്കൊരു പോയം തന്നിട്ടുണ്ട്. വെൻ ഐസ്ക്രീം ഹൈഡ്. One day daddy made for us a bowl of ice cream, sweet and white. He left the kitchen just for a while and ice cream thought, now's my time. Slowly, softly down it slid, jumped in a box to hide, saw a cup and climbed inside, then found a bowl and took a dive. No matter where it chose to stay, it changed its shape in every day. Oh, what a tricky little treat, always melting quick and neat.
അതിൻ്റെ മലയാളത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിലത്തെ കവിത എന്ന് ചൊല്ലാം. ഐസ്ക്രീം ഒളിച്ചപ്പോൾ. ഒരു നാൾ അച്ഛൻ അടുക്കളയിൽ വലിയൊരു വട്ടപാത്രത്തിൽ മധുരം നിറയും വാനില ഐസ്ക്രീം ഞങ്ങൾക്കായി ഒരുക്കിയില്ലോ. അച്ഛൻ അടുക്കള വിട്ടപ്പോൾ ഐസ്ക്രീം പതിയെ ചാടിയിറങ്ങി ചതുരപ്പെട്ടി പാത്രത്തിൽ തക്കം നോക്കി ഒളിച്ചല്ലോ. കുമ്പിൾ പാത്രം കണ്ടപ്പോൾ കയറി ഐസ്ക്രീം അതിലേക്കും വട്ടപ്പാത്രം കണ്ടൊരു നേരം ഒഴുകിക്കയറി ഒളിച്ചല്ലോ. പാത്രമതേതിൽ ചെന്നാലും ഇത്തിരി നേരമിരുന്നെന്നാൽ അതിൻ്റെ രൂപം കൈക്കൊള്ളും അമ്പട ആളൊരു കെങ്കേമൻ. അപ്പം എന്താണ്, ഐസ്ക്രീം അച്ഛൻ വീട്ടിൽ കൊണ്ടുവച്ച സമയത്ത് ഐസ്ക്രീം ഉണ്ടാക്കിയ സമയത്ത് അച്ഛൻ കാണാതെ വട്ടപാത്രത്തിൽ ആദ്യം പോയി. അപ്പം വട്ട ഷേപ്പായില്ലേ, അതായത് സർക്കിൾ ഷേപ്പിലായി. പിന്നെ എന്താണ്, സ്ക്വയറിൽ പോയി, സ്ക്വയർ ഷേപ്പിലുള്ള പാത്രത്തിൽ പോയപ്പോൾ അതിന് സ്ക്വയർ ഷേപ്പായി. അങ്ങനെ ഓരോ പാത്രത്തിൽ പോകുന്നേരം ഐസ്ക്രീം മെൽറ്റായി ആ ഒരു ഷേപ്പിലാവുന്നു എന്നുള്ളൊരു കുഞ്ഞു പാട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.